ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാനൊരു 2.5 ആഴ്ചയായിട്ട് ഞാനിവിടെ കൊച്ചിയിലാണ് എൻ്റെ മേമൻ്റെ അടുത്ത്. അതിൻ്റെ 2 ഷോർട്സ് മറ്റേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. സോ 2 ആഴ്ചയായിട്ട് ഞാൻ ഇവിടെ ആയിട്ട് ഞാനൊരു വീഡിയോ പോലും ഇട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നും കൂടി ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിൽ ഇന്ന് ഞാൻ തിരിച്ചു പോവാണ്. പിന്നീട് ഞാനിത് ആലോചിച്ചത് കറക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഐ എം ഷൂട്ടിങ്. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാം. സോ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ. Meet Ziki. Ziki? Ziki? Oh, അപ്പോൾ രാത്രി പോവായതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യാനായിരുന്നു. സാധനങ്ങളല്ല, മോസ്റ്റ്ലി ഡ്രസ്സാണ്. അപ്പോൾ വൈകുന്നേരത്തേക്ക് അത് വെച്ച് ഡിലേ ആക്കണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒരു അരമണിക്കൂറിരുന്ന് അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ ഞാൻ പുറത്ത് വെറുതെ ഇറങ്ങിയപ്പോഴേക്കും ഒരാളിതാ പുറത്തേക്ക് ചാടാൻ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ അവനെ ഉള്ളിലേക്കാക്കി. ബമ്മയും ഭയങ്കര സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു പണിയില്ലാതെ പിസ്ത കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ പിസ്ത എല്ലാം കഴിച്ച് ബമ്മേമൻ്റെ ഓഫീസിലെ ഓണപ്പരിപാടിൻ്റെ ഫോട്ടോസ് എല്ലാം എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതെല്ലാം കണ്ട് അപ്പോൾ ഒരുത്തൻ എക്സാം കഴിഞ്ഞ് വന്നിരിക്കുന്നു. അങ്ങനെ അവൻ ഫുഡ് വിളമ്പുന്ന സീൻസാണ്. അവൻ അറിഞ്ഞിട്ടില്ല ഞാനിത് എടുത്തത്. അറിഞ്ഞെങ്കിൽ അവൻ എന്തായാലും വരത്തില്ല. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് എപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിലും ഞാനും അവനും ഫ്രണ്ട്സ് കണ്ടാട്ടോ ഫുഡ് കഴിക്കുക. അങ്ങനെ ചോറും പരിപ്പ് കറിയും മീനെല്ലാം കഴിച്ച് കുറച്ച് നേരം ഉറങ്ങി എണീറ്റപ്പോഴേക്കും വീണ്ടും നമ്മുടെ സിക്കി. അങ്ങനെ സിക്കിനെ കുറച്ച് നേരം കളിപ്പിച്ചിരുന്നു. അവൻ്റെ വാലിൻ്റെ മൂക്കിൽ തട്ടുന്ന സീൻസാണത്. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ടൊരു തലവേദന. അപ്പം എനിക്കും അമ്മയും കൂടി കാപ്പിയൊക്കെ ഉണ്ടാക്കി. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും ഒരുത്തൻ അവിടെ പഠിച്ച് ഉറങ്ങിയായിരുന്നു കേട്ടോ. അപമാനിക്കുന്നു. സോ യാറാസ് ബാക്ക് ഫ്രം സ്കൂൾ. നമുക്ക് യാറിനോട് ചോദിച്ചേക്കാം, what do you want to say? I'm leaving today. Bye bye. അങ്ങനെയല്ല, ഞാൻ എന്നെ മിസ് ചെയ്യുന്നൊക്കെ പറ. I won't miss you. I hate you. Bye. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും ഞാനും ബമ്മേമ്മയും കൂടി പുറത്തിറങ്ങി. ബമ്മേമ്മയ്ക്ക് എന്തൊക്കെയോ സാധനം വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു ആദ്യം പോയത്. പക്ഷെ ഒന്നും നടന്നില്ല, ഒടുക്കത്തെ ട്രാഫിക്കായിരുന്നു. അപ്പം നമ്മൾ ബ്ലോക്കിൽ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ ഫ്ലാറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിൽ തന്നെ സുഡിയോ, മാക്സ്, സ്റ്റൈൽ യൂണിയൻ എല്ലാം ഉണ്ടായിട്ടും 2 ആഴ്ചയായിട്ട് ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടായിരുന്നു ഇറങ്ങാൻ. അപ്പം ഞാൻ പോവായതുകൊണ്ട് തന്നെ ബമ്മേമ്മൻ്റെ വകയായിട്ട് എനിക്ക് കുറച്ച് ടോപ്പും ജീനും ചെരുപ്പും എല്ലാം കിട്ടി. അപ്പോൾ ഇത്രയും ടോപ്സും ഷർട്ടൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് ഏതായിരിക്കും വാങ്ങിച്ചത് നിങ്ങൾ ഗസ് ചെയ്യുക. അങ്ങനെ 2 ചെരുപ്പും യാറൊക്കെ മാസ്ക് വേണം എന്നെല്ലാം പറഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം മേടിച്ച് നമ്മൾ ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ നേഹാൻ എക്സാം ഉണ്ടായിരുന്നു. അവന് മലയാളം എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ യൂട്യൂബിൽ നോക്കി എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. പോയപ്പോൾ ഇനി അത് ഓണാക്കിയതാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അപ്പോൾ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ അവൻ വരത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. എൻ്റെ സൗണ്ടിന് എന്തോ പറ്റി ഗൈസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവന്. കണ്ടോ, ഇങ്ങനെയാണ് അവൻ ഇരിക്കുക. അത് കഴിഞ്ഞ് വിശന്നപ്പോൾ ഞാനും അവനും കൂടി മോമോസും ബമ്മയും ഒരു ബർഗറും യാറ നഗറ്റ്സ് എല്ലാം പറഞ്ഞു. പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ മോമോസ് മാത്രം എടുത്തു, ബാക്കിയെല്ലാം മറന്നുപോയി. സോ എൻ്റെ ബസ് 1 മണിക്കത്തെ ബസ് 2 മണിക്കായിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ഡിലേ ആണ്. ഇപ്പം സമയം 12:30 അപ്പോൾ ഇപ്പം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ബസ്സിന് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഉറങ്ങാതെ ഉറക്കം പിടിച്ച് നിർത്തുവാണ്. അല്ലെങ്കിൽ ഞാൻ 11 മണിക്ക് സൈഡാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുറേയൊക്കെ യൂട്യൂബ് നോക്കി ഞാനിവിടെ വന്നിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെഹാനുണ്ട് അവിടെ. അവൻ എക്സാം ആയതുകൊണ്ട് അവൻ പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഗെയിം കളിച്ചിരിപ്പുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് 10 hours ട്രാവൽ ചെയ്ത് ഒറ്റയ്ക്ക് വരുന്നത്. അത് ഭയങ്കര ഹൊറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കൂടല്ലൂരിൽ നിന്ന് തൃശ്ശൂർ വരെ വരാൻ തന്നെ ഓൾമോസ്റ്റ് 8 മണിക്ക് പുറപ്പെട്ടിട്ട് ഇവിടെ 3 മണിക്കാണ് തൃശ്ശൂർ എത്തുന്നത്. അങ്ങനെ 3 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ എത്തുന്ന 6:30 മറ്റാണ് വയറ്റിലെത്തുന്നത്. സോ ഓൾമോസ്റ്റ് 10 hours ഞാൻ ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് 2 ദിവസം പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു ഹൊറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ത്രൂ ബസ്സാണ് ബുക്ക് ചെയ്തത്. അതാകെ രാത്രിയേ ഉള്ളൂ. അപ്പോൾ
രാത്രി ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ഞാൻ പല പൊട്ടത്തരങ്ങളും ചെയ്തു. ഞാൻ ഇന്നത്തെ ബസ് ബുക്ക് ചെയ്യുന്നതിന് പകരം ഇന്നലത്തെ ബസ് ബുക്ക് ചെയ്തു. കാരണം രാത്രി ആയതുകൊണ്ട് മൺഡേ മോർണിംഗ് ഞാൻ ബുക്ക് ചെയ്തു. അതായത് സൺഡേ ഓക്കെ, ഐ എം നോട്ട് ഗോയിങ് ടു ദ സ്റ്റോറി. ഞാൻ ബസ് ബുക്ക് ചെയ്തു, ബസ് മാറ്റി ബുക്ക് ചെയ്തു, അത്രയേ ഉള്ളൂ. ആൻഡ് ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ എനിക്ക് യൂഷ്വലി രാത്രി ട്രാവൽ ചെയ്യുന്ന വലിയ താല്പര്യമില്ല. ആൻഡ് പക്ഷെ ട്രാവൽ ചെയ്തേ പറ്റൂ, കാരണം അതായിരിക്കും എനിക്കും കൂടി നല്ലത്. എനിക്ക് ഉറക്കം വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെയോ പറയുന്നത്. ഓക്കെ, ബൈ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തൊടുന്ന പൂച്ച സിഗ്ഗി ആയിരിക്കും. എനിക്ക് പൊതുവേ പൂച്ചകളും പട്ടികളും എല്ലാത്തിനും പേടിയാണ്. ഞാൻ അധികം അതിൻ്റെ അടുത്തോട്ടേ പോയില്ല. ഫസ്റ്റ് ഡേ ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴും സിഗ്ഗിനെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ അത് ഫസ്റ്റ് ഡേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി കളിപ്പിക്കലായി. ഞാൻ തൊട്ടും പിടിക്കും, എടുത്തിട്ട് മാത്രമല്ല. അപ്പോൾ ഞാൻ അവനോട് പോയിട്ട് ഞാൻ ഇനി നിന്നെ മിസ് ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനിത് വല്ലതും കേൾക്കുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്നറിയത്തില്ല. അങ്ങനെ നമ്മൾ കുറച്ച് മിറർ സെൽഫി എല്ലാം എടുത്ത് ഉറങ്ങാതെ പിടിച്ചിരിക്കുക കേട്ടോ. ഞാൻ നേഹാൻ്റെ കൂടെ കുറച്ച് നേരം ഇലക്ട്രിക് പോപ്പറ്റിൽ കളിച്ചു. അവൻ പിന്നെ ഞാൻ ക്യാമറ ഓണാക്കി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മുഖം മറക്കുള്ളൂ. ആ സീൻസാണിത്. അങ്ങനെ ഒരു 1:20 ആയപ്പോഴേക്കും പപ്പമ്മ എണീറ്റ് എന്നെ വൈറ്റ്ല ഹബ്ബ് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. പപ്പമ്മയും നേഹാനും ഉണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും 2-2:30ക്കാണ് ബസ് വരുന്നത്. ആൻഡ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ ജിതിനും ടീമും ഉണ്ടായിരുന്നു. അത് കിലും ഞാനും ഒരേ ബസ്സായിരുന്നു. അതും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും കണ്ട് അവരോടെല്ലാം ബായ് എല്ലാം പറഞ്ഞ് 2:30ക്കുള്ള ബസ് 3 മണിക്കാണ് എടുക്കുന്നത്. ആൻഡ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി രാത്രി ഞാൻ വന്നത്. എൻ്റെ ഫസ്റ്റ് ടൈമായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ രാത്രിയെല്ലാം വരുന്നത്. ആൻഡ് റോഡെല്ലാം ഭയങ്കര ഒരു പീസ്ഫുള്ളായിരുന്നു. ട്രാഫിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ നേരം ഞാൻ പുറത്ത് പാട്ടൊക്കെ കേട്ടിരുന്നു. പക്ഷേ 3 മണി 4 മണിയാണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും ഉറക്കം വരുമല്ലോ. പിന്നെ ഉറങ്ങി എണീറ്റ് കാണുന്നത് നാട് കാണിച്ചവരാണ്. ആൻഡ് ചുരം വാസ് സോ ബ്യൂട്ടിഫുൾ. രാവിലെ ഫുൾ മിസ്റ്റിയും മഞ്ഞും അടിപൊളിയായിരുന്നു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മേ ബി ഞാൻ ടയേർഡായി, കാരണം യാത്രയാണല്ലോ. പക്ഷേ വന്നത് എനിക്ക് അടിപൊളിയായി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് എടുക്കാനെല്ലാം മറന്നു. അപ്പം നമ്മൾ കിലുവിനോട് ബായ് എല്ലാം പറഞ്ഞ് ഞാനങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.